ഉൽ മർസൂസ് പ്രഖ്യാപിച്ചതിനു ശേഷം അതിരൂക്ഷമായ ആക്രമണമാണ് ജനവാസ മേഖലകൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തുന്നത്. ഇന്ത്യൻ സേന തീർക്കുന്നത് ശക്തമായ പ്രതിരോധമാണ്. പഞ്ചാബിലെ പത്താൻകോട്ട് സൈനിക വ്യോമതാവളം, കശ്മീരിലെ ഉധംപൂർ വ്യോമതാവളം, ബിയാസ് മേഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകളും വ്യക്തമാക്കി. ജമ്മു കശ്മീർ മുതൽ ഗുജറാത്ത് വരെ 26 കേന്ദ്രങ്ങളാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ജമ്മു കാശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് പാക് ഡ്രോണുകൾ എത്തിയത്. ഇന്ന് രാവിലെ കശ്മീരിൽ പാക് ആക്രമണത്തിൽ 5 പേർ മരിച്ചു. മരിച്ചതിൽ രജൌരി ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണറും ഉൾപ്പെടും. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ജനവാസ മേഖലയിൽ പതിച്ച് 3 പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാൻ ആക്രമണത്തിൽ രജൌരിയിൽ നൌഷേരയിലെ 4 പേർക്ക് പരിക്കേറ്റു. സ്ത്രീകൾ അടക്കമുള്ളവർക്കാണ് പരിക്കേറ്റത്. ജമ്മുവിലെ ബന്ദലബറൈക് ഏരിയയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. സാക്കിർ ഹുസൈനാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുന്നതിനിടെയായിരുന്നു ആക്രമണം. സാക്കിർ ഹുസൈന്റെ 2 പെൺമക്കളടക്കം 3 പേർക്ക് പരിക്കേറ്റു. കശ്മീരിലെ പുഞ്ച് മേഖലയിൽ കഴിഞ്ഞ രാത്രിയിൽ ഉടനീളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. പഞ്ചാബിലെ ഗുൽദാസ്പൂരിൽ സ്ഫോടനത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടു. ഡൽഹി ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത ഫത്തേ 2 മിസൈൽ ഹരിയാനയിലെ സിർസയിൽ സൈന്യം വെടിവെച്ചിട്ടു. ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ട് നടന്ന മിസൈൽ ആക്രമണം പരാജയപ്പെടുത്തിയതായും സൈന്യം അറിയിച്ചു. ഉധംപൂരിലും മിസൈൽ ആക്രമണ ശ്രമം പരാജയപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ജമ്മു കശ്മീരിലെ കോട്ല അർജാൻ സിംഗ് ഗുരുദ്വാര ആക്രമിക്കാനുള്ള ശ്രമവും പരാജയപ്പെട്ടു. ഗുരുദ്വാരയ്ക്ക് മുകളിലൂടെ പറന്ന ഡ്രോൺ ഇന്ത്യൻ സേന വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. ആർഎസ്പുരയിലെയും അർണിയ സെക്ടറിലെയും ജനവാസ മേഖലകളിൽ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇന്ത്യൻ സൈന്യം തിരിച്ചടിച്ചു. അതിർത്തിയിലെ ഗ്രാമവാസികൾ ബങ്കറുകളിൽ കഴിയുകയാണ്. കാർഗിലിലെ ദ്രാസ് മേഖലയിൽ പാകിസ്ഥാന്റെ വ്യോമാക്രമണമുണ്ടായി. ജമ്മുവിലെ റഹാരിയിൽ വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണങ്ങൾ നടന്നത്. ഗുജറാത്തിൽ 6 ഡ്രോണുകൾ സൈന്യം വെടിവെച്ചിട്ടു. ഭുജിൽ 2ഉം നാലിയിൽ 4 ഡ്രോണുകളാണ് വ്യോമസേന തകർത്തത്. ജയ്സാർമീലിലെ മംഗലിയ കിഥിനിക്ക് സമീപം ബോംബ് പോലെയുള്ള വസ്തു കണ്ടെത്തി. മിസൈലോ ഡ്രോണോ ആകാമെന്നാണ് സംശയം. ഉഗ്രശബ്ദത്തോടെയാണ് നിലത്ത് വീണതെന്നും പ്രദേശവാസികൾ പറയുന്നു. ബിയാസ് സൈനിക ക്യാമ്പ് ആക്രമിച്ചുവെന്ന പാകിസ്ഥാന്റെ പ്രചാരണം തെറ്റെന്ന് ജമ്മു കാശ്മീർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി. സൈനിക ക്യാമ്പ് പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് സേനയും വ്യക്തമാക്കി. ഖത്രയിൽ ജനങ്ങൾ വീടുകളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംഘർഷം തുടരുന്നതിനിടെ വ്യോമപാത പാകിസ്ഥാൻ പൂർണ്ണമായും അടച്ചു. ഒരു തരത്തിലുമുള്ള വ്യോമഗതാഗതം പാടില്ലെന്നാണ് നിർദ്ദേശം. നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് ഒരു രാജ്യം ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാന് ശക്തമായാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. പാകിസ്ഥാനിലെ 6 വ്യോമത്താവളങ്ങളും 2 റഡാർ കേന്ദ്രങ്ങളും ആക്രമിച്ചതായും ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തതായും ഇന്ത്യൻ സൈന്യം അറിയിച്ചു. മികച്ച കൃത്യതയിലായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഇന്നലെ രാത്രി വൈകിയും ഇന്ന് രാവിലെയുമായി നടന്ന തിരിച്ചടിയിൽ പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ തകർത്തു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് നടപടിയുണ്ടായത്. പാക് വ്യോമസേനയുടെ നൂർഖാൻ, മുരീദ്, റഫീഖി, സിയാൽകോട്ട്, റഹാമിയാർ ഖാൻ എന്നീ വ്യോമത്താവളങ്ങളാണ് ആക്രമിച്ചത്. യുദ്ധവിമാനങ്ങളിലുള്ള ആയുധങ്ങളും ഉപയോഗിച്ചു. പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനമായ റാവൽപിണ്ടിയിലടക്കം ഉഗ്രശബ്ദത്തോടെയാണ് സ്ഫോടനമുണ്ടായത്. സാധാരണക്കാരായ ആളുകളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന് നിയന്ത്രിതമായ പ്രതിരോധവും തിരിച്ചടിയുമാണ് ഇന്ത്യയുടെ മറുപടിയെന്നും സേന വ്യക്തമാക്കി. പാകിസ്ഥാൻ ഫത്ത മിസൈൽ ഉപയോഗിച്ചെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. There were also several high-speed missile attacks noticed subsequently after 0140 hours in the night at several air bases in Punjab. ഇതിനിടെ പാകിസ്ഥാനിലെ സർഗോദ വിമാനത്താവളത്തിന് തീപിടിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തോട് ചേർന്ന വ്യോമത്താവളത്തിലെ പ്രവർത്തനം ഏതാണ്ട് നിശ്ചലമായെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും 10 കിലോമീറ്റർ മാത്രം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വ്യോമത്താവളത്തിന് തീപിടിച്ചതിന്റെ അടക്കമുള്ള ദൃശ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇതോടെ പാകിസ്ഥാൻ എല്ലാ വ്യോമഗതാഗതവും നിർത്തിവെച്ചു. സിന്ധ് പ്രവിശ്യയിലെ സുഖർ വ്യോമത്താവളം ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ നീക്കവും ഫലം കണ്ടു. പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ ഭീകരരുടെ ലോഞ്ച് പാഡ് ഇന്ത്യൻ സൈന്യം തകർത്തു. സിയാൽകോട്ട് ലൂണിയിലെ ലോഞ്ച് പാഡുകളാണ് BSF തകർത്തത്. ഇന്ത്യയിലെ അക്നൂർ ജില്ലയോട് ചേർന്നുള്ള പാകിസ്ഥാൻ ജില്ലയാണ് സിയാൽകോട്ട്. കറാച്ചി, പെഷവാർ, ലാഹോർ എന്നിവിടങ്ങളിലും ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി.
ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ വിമാനത്താവളങ്ങൾ അടച്ചു. രാജ്യത്തെ 32 വിമാനത്താവളങ്ങൾ മെയ് 15 വരെ അടച്ചതായാണ് വിവരം. DGCയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇന്ത്യക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം നുണപ്രചാരണങ്ങളാണ് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ നടത്തുന്നത്. ഈ നുണപ്രചാരണം ചെറുക്കാൻ ശക്തമായ തയ്യാറെടുപ്പുകൾ ഇന്ത്യ നടത്തിയിരിക്കുന്നു. TG സജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കും സൈന്യത്തിനുമെതിരെ തുടർച്ചയായ വ്യാജ പ്രചരണങ്ങളാണ് നടക്കുന്നത്. പാകിസ്ഥാൻ കേന്ദ്രമായ സമൂഹ മാധ്യമങ്ങളാണ് മുഖ്യമായും ഇതിന്റെ പ്രചാരകർ. ഇന്നത്തെ ദിവസം സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കെതിരെ നടന്ന വ്യാജ പ്രചരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിലൊന്ന്, ഗുരുദ്വാരകൾക്കെതിരെ ഇന്ത്യൻ സൈന്യം ബോധപൂർവമായ ആക്രമണം നടത്തുന്നു എന്ന പ്രചരണമാണ്. പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ പ്രചരണം നടന്നത്. PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം ഇതിന് പിന്നിലെ പൊള്ളത്തരം തുറന്നു കാട്ടുന്നു. മറ്റൊന്ന് നോക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കെതിരെ നടന്ന മറ്റൊരു വ്യാജ പ്രചരണമാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇതിൽ ഡോക്ടർ ഖൊമർ ചീമ എന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഒരു അക്കൗണ്ടിൽ നിന്ന് നടന്ന പ്രചരണം ഇങ്ങനെയാണ്: മേജർ സൈബർ അറ്റാക്ക്, 70% ഇലക്ട്രിസിറ്റി ഗ്രിഡ് ഓഫ് ഇന്ത്യ ഹാസ് ബിക്കം ഡിസ്ഫങ്ഷണൽ. ഇന്ത്യയുടെ 70% ഇടങ്ങളിലെ ഗ്രിഡുകളിൽ ഇലക്ട്രിസിറ്റി ലഭ്യമല്ല, അതുകൊണ്ട് തകർന്നടിഞ്ഞു എന്നതാണ് അവരുടെ വാദം. പക്ഷേ ഇത് പൂർണ്ണമായും ഫാൾസ് അജണ്ടയുടെ ഭാഗമാണ് എന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് PIBയുടെ പരിശോധന വിഭാഗം കണ്ടെത്തുന്നു. മറ്റൊന്നിലേക്ക് വരുമ്പോൾ, ഡൽഹി മുംബൈ എയർലൈൻ റൂട്ട് പൂർണ്ണമായും ക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു ദേശീയ ചാനലിൻ്റെ പേര് വെച്ചുകൊണ്ട് നടന്ന വ്യാജ പ്രചരണമാണ്. ഇന്ത്യ പാക് ടെൻഷൻ ഹിറ്റ്സ് എയർ ട്രാവൽ, ടെമ്പററി ക്ലോഷർ ഓഫ് സർവീസസ് ഓൺ ഡൽഹി മുംബൈ റൂട്ട് എന്നതാണ് ഈ വാർത്തയുടെ ഉള്ളടക്കമായി സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കപ്പെടുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും ഫേക്കാണ്. കാരണം ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. പക്ഷേ തെറ്റായ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊന്നിലേക്ക് വരുമ്പോൾ, ഈ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്, ഈ ചിത്രം കാണിച്ചുകൊണ്ട് നടക്കുന്ന പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്നതാണ്. ഷക്കീൽ അഹമ്മദ് എന്ന ഒരു അക്കൗണ്ട് വഴിയാണ് ട്വിറ്റർ അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ, X അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ ഇത് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത്. ഇത് ഫൈറ്റർ ജെറ്റുകൾ വീണ് കിടക്കുന്ന ചിത്രമാണ്. ഇത് ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ 3 ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാൻ വെടിവെച്ചിട്ടു എന്നതാണ് ഈ വാദം. ഹിമാലയൻ പർവ്വതനിരകളിൽ ഇത് വീണ് കിടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എന്ന രീതിയിലാണ് പ്രചരിക്കപ്പെടുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായും തെറ്റാണ്. 2016 ഒരു ആക്സിഡൻറ്റിൻ്റെ ദൃശ്യങ്ങളാണ്, ആ ചിത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണമാണ് ഇതെന്ന കാര്യം PIB കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്നിലേക്ക് വരുമ്പോൾ, ബഥിൻഗ എയർഫീൽഡിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ പാകിസ്ഥാന് കഴിഞ്ഞു. പൂർണ്ണമായും അത് തകർക്കപ്പെട്ടു എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന വാദം. പക്ഷേ ഇത് പൂർണ്ണമായും ഫേക്ക് എന്നത് കണ്ടെത്തുന്നു. PTN ന്യൂസിൻ്റെ ഒരു അക്കൗണ്ട് വഴിയാണ് ഇത് പ്രചരിക്കപ്പെട്ടത് എന്നത് PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണം അത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ സുപ്രധാനമാണ് S-400 എന്ന എയർ ഡ്രോൺ സംവിധാനം. അതായത് ഡ്രോണുകളടക്കം പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് ഇത് തകർക്കപ്പെട്ടു എന്ന വ്യാജ പ്രചരണമാണ് സമൂഹ മാധ്യമങ്ങൾ വഴി കഴിഞ്ഞ ദിവസം നടന്നത്. ഇത് പൂർണ്ണമായും തെറ്റ് എന്നതാണ് PIB കണ്ടെത്തുന്നത്. ബ്രിക്സ് ന്യൂസ് എന്ന ഒരു അക്കൗണ്ട് വഴിയാണ് ഇത് ഇന്ത്യക്കെതിരെ വ്യാജ പ്രചരണമായി പ്രചരിക്കപ്പെട്ടത്. മറ്റൊന്നിലേക്ക് വരും